അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, കാൽവറി ക്രൂശിൽ കർത്താവ് സകലതും നേടിക്കഴിഞ്ഞുവെന്ന്. യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്ന സത്യം അതാണ്, കാൽവറി ക്രൂശിൽ കർത്താവ് സകലതും നേടിക്കഴിഞ്ഞു. എന്നാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പലതും കാണുന്നില്ലല്ലോ, നമ്മളത് അനുഭവിക്കുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ചിലത് മാനിഫെസ്റ്റഡ് ആകട്ടെ. ഈ വർഷം ഉടനീളം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ അനുഭവിക്കട്ടെ. ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റഡ് ആകുന്ന വർഷമാകട്ടെ ഇത്. കർത്താവ് നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകട്ടെ. നമുക്ക് ഈ മെസ്സേജിലേക്ക് പോകാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. So while I was sharing this message, you have to believe these things are going to manifest in your life. ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു എന്ന്. Today what God revealed to me, the glory manifesting restoration. ഇന്ന് ദൈവം എന്നോട് വെളിപ്പെടുത്തിയത് മഹത്വം ഇന്ന് വെളിപ്പെടുന്ന ദിവസമായിരിക്കും. Amen. God already restored us. ദൈവം നമ്മളെ പുനഃസ്ഥാപനം ചെയ്യപ്പെട്ടു. Already we are restored. നമ്മൾ പുനഃസ്ഥാപനം ചെയ്യപ്പെട്ടവരാണ്. But what's our problem? We are not seeing the manifestation of that restoration. എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് അറിയാമോ? പുനഃസ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തൽ ഇതുവരെ നമ്മൾ കാണാൻ സാധിച്ചില്ല. We are called for to carry the glory of God. നമ്മളെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വം കൊണ്ടു നടക്കുന്നവരായിട്ടാണ്. We are for His glory. നമ്മൾ അവന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളവരാണ്. But we are not seeing the glory is manifesting in our life. പക്ഷെ നമ്മൾ കാണാറില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. If you read John chapter 15 verse 8, we can see the glory will manifest when we are more fruitful. യോഹന്നാൻ 15:8 പറയുന്നു, നമ്മൾ കൂടുതൽ ഫലമുള്ളതാകുമ്പോൾ മഹത്വം നമ്മളെ നിറയുവാനിടയാകും. That means restoration produce glory in your life. Amen. എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വത്തെ കൊണ്ടുവരാനിടയാകും. Give a praise offering to our Lord. ഒരു സ്തുതിയാഗം ദൈവത്തിന് താട്ടെ. Come on, come on, come on, come on. I believe from today manifestation will begin. Amen. ഞാൻ മഹത്വത്തെ കുറിച്ചുള്ള മെസ്സേജ് ഇന്ന് പറയാൻ തുടങ്ങുമ്പോൾ അടുത്ത ആഴ്ച ഞാൻ അത് തുടരാനിടയാകും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് വെളിപ്പെട്ടു വരുവാനായി തുടങ്ങും. Every area of your life and future you will see the manifestation of the glory. നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇനി വരാൻ പോകുന്ന ഭാവിയിൽ ഉള്ള കാര്യങ്ങളിലും ദൈവത്തിന്റെ തേജസ് നീ കാണാനായി പോകുന്നു. Can I prophesy to you? ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കട്ടെ. Wherever you touch you will see the manifestation of the glory. നീ എവിടെ തൊട്ടാലും നീ അവിടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ, മഹത്വത്തിന്റെ വെളിപ്പെടുത്തൽ കാണാനായി പോകുന്നു. Every beginnings you are going to see the manifestation. എല്ലാ തുടക്കത്തിലും നിനക്ക് ആ വെളിപ്പെടുത്തൽ കാണാനായി പോകുന്നു. Every beginnings, every
very beginnings, you are going to see the manifestation. എല്ലാ തുടക്കത്തിലും നീ ആ മാനിഫെസ്റ്റേഷൻ കാണാനായി In പോകുന്നു. your house, in your job, in your business, you will see the manifestation. നിന്റെ വീട്ടിലെ, നിന്റെ ജോലിയിലെ, നിന്റെ ബിസിനസ്സിലെ സർവ്വ മേഖലയിലും ആ വെളിപ്പെട്ടു വരുന്നത് നീ കാണാനായി പോകുന്നു. Hallelujah. Hallelujah. What's our problem? In our most of the Christians are not relay with the truths of God. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. കൂടുതൽ ക്രിസ്ത്യാനികളും ദൈവത്തിന്റെ സത്യവുമായിട്ട് ചേർന്നല്ല നടക്കുന്നത്. They know the scriptures, അവർക്ക് വാക്യങ്ങൾ അറിയാം, but they are not follow and meditate the mysteries of God. ദൈവത്തിന്റെ മിസ്റ്ററികളെ നിങ്ങൾ ധ്യാനിക്കുകയോ അതിനെ പിന്തുടരുകയോ ചെയ്യുന്നവരല്ല. They like to hear God is going to cleanse your tears. നമ്മൾ മനസ്സിലാക്കാറുണ്ട് ദൈവം നമ്മുടെ കണ്ണുനീരിനെ ഉടയ്ക്കും. You will comfort you. അവൻ നിന്നെ സാന്ത്വനപ്പെടുത്തും. He will show the mercy upon you. അവന്റെ കരുണ നിന്റെ മേൽ കാണിക്കുവാൻ ഇടയാകും. So that, look at that messages in YouTube. Most of the popular messages are that side. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ഇതേപോലുള്ള മെസ്സേജാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. People like to hear the mercy. ദൈവം മേഴ്സിയെ കുറിച്ച് മനുഷ്യന് കേൾക്കാൻ ഒത്തിരി താല്പര്യമാണ്. People like to hear about how God cleanses the tears. നമ്മുടെ കണ്ണുനീർ എങ്ങനെ തുടയ്ക്കുമെന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. We know God is a God of mercy. നമുക്കറിയാം ദൈവം കരുണയുടെ ദൈവമാണെന്ന്. But you have to know, you have to grow little further. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് വളരേണ്ടത് ആവശ്യമാണ്. According to the Bible, go forward and upward. Amen. ബൈബിൾ പ്രകാരം പറഞ്ഞാൽ മുൻപോട്ട് മുകളിൽ ഉയരത്തിലേക്ക് പോകുക. And glory to another level of glory. മഹത്വത്തിന്റെ അടുത്ത നിലവാരത്തിലേക്ക് പോകേണ്ട ആവശ്യമാണ്. Grace upon grace. കൃപമേൽ കൃപയായിട്ട്. If you stay in the understanding of mercy or cleansing the tears, you will be there until your death. കണ്ണുനീർ തുടയ്ക്കുന്നതും കരുണയെ കുറിച്ചും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം വരെ അവിടെ തന്നെ ആയിരിക്കാൻ Do you know why the Holy Spirit was with us? എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് അറിയാമോ? When you receive the Holy Spirit, that from that day onwards, He is trying to reveal what are the things are given to you. നമ്മൾ പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്ന ആ ദിവസം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് ശ്രമിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തി തരുവാൻ. But we are not listeners what we are already God given to us. നമ്മൾ ദൈവം എന്താണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് അത് കേൾക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരല്ല. അടുത്തിരിക്കുന്ന ആളെ കൈ കാണിച്ചിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ച്, ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കും. We don't want to care about it. നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. Because we are aligned with that scriptures, mercy, crying, and God is going to cleanse it. That is the way we are thinking. നമ്മൾ എപ്പോഴും ദൈവം കരുണയുള്ളവനാണ്, കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് എന്ന വാക്യത്തോട് ചേർന്ന് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. But I tell you this year, പക്ഷേ ഞാൻ ഈ വർഷം നിങ്ങളോട് if you പറയട്ടെ, are ready to align with the word of God, ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങൾ ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ചാൽ, word of truth, സത്യത്തിന്റെ വചനവുമായിട്ട് results are coming. Amen. ഫലങ്ങൾ വരാനായി പോകുന്നു. Come on. ഫലങ്ങൾ വരാനായി പോകുന്നു. Results are coming. ഫലങ്ങൾ വരാനായി പോകുന്നു. Let's the word of God domain in your mind. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ വചനം ഡൊമൈൻ ചെയ്യാൻ And ഇടയാകട്ടെ. your spirit. നിങ്ങളുടെ ആത്മാവിലെയും And your thoughts. നിങ്ങളുടെ ചിന്തകളെയും And your opinions. നിങ്ങളുടെ ഒപ്പീനിയനുകളെ And decisions. നിങ്ങളുടെ തീരുമാനങ്ങളെ If you are ready to allow the word of truth to domain in your decisions and opinions and thoughts and your mind, I challenge you, you will see the manifestation of blessings in your life. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെ എല്ലാം ദൈവവചനം ഡൊമൈൻ ചെയ്യാൻ നിങ്ങൾ അവസരം കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ കാണാനായി പോകുന്നു. When you align your thoughts with the word of God, നിങ്ങളുടെ ദൈവവചനവുമായിട്ട് നിങ്ങൾ ചേർന്ന് നടന്നാൽ you will function നിങ്ങൾ ഫംഗ്ഷൻ ചെയ്യാൻ from പോകുന്നത് the mountain top. നിങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഫംഗ്ഷൻ ചെയ്യാനായി പോകുന്നു, പ്രവർത്തിക്കാനായി പോകുന്നു. What our problem? We are not align our mind and thoughts with the word of God. നമ്മൾ ദൈവവചനവുമായിട്ട് ചേർന്നല്ല നടക്കുവാൻ ഇടയാകുന്നത്. That's the reason we are not function from the above. അതുകൊണ്ടാണ് നമ്മൾ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇടയാകാത്തത്. But you are seated together with Jesus Christ. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ഇരുത്തപ്പെട്ടവരാണ്. You have to think from above. നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് വേണം ചിന്തിക്കാൻ. Hallelujah. But we are thinking always from the lower part. നമ്മൾ പക്ഷേ എപ്പോഴും ചിന്തിക്കുന്നത് താഴെ ഭാഗത്ത് നിന്നാണ്. But God is already put you in a higher level. ദൈവം നിങ്ങളെ ഉന്നതമായ സ്ഥാനത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. Say
Say to your neighbor, function from the mountaintop. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ട് ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുക. Give a clap offering to the Lord. ദൈവത്തിന് When you ready to function from the mountaintop, നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ you തുടങ്ങിയാൽ will see limitless life. നിങ്ങൾ പരിധിയില്ലാത്ത ജീവിതം കാണാനായി പോകുന്നു. You will see your possibilities different. നിങ്ങളുടെ സാധ്യതകളെ വ്യത്യസ്തമായി നിങ്ങൾ കാണാനായി പോകുന്നു. You are called like an eagle. നിങ്ങൾ ഒരു പരുന്തിനെ പോലെയാണ് You വിളിക്കപ്പെട്ടത്. are called like an eagle. നിങ്ങൾ പരുന്തിനെ പോലെ വിളിക്കപ്പെട്ടിരിക്കുന്നു. You have to set up your standard above from this world. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഉന്നത രീതിയിൽ നിങ്ങൾ സ്റ്റാൻഡേർഡിനെ സെറ്റ് ചെയ്യേണ്ട You ആവശ്യമാണ്. have to set up your standard above from this world. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഉന്നത സ്ഥാനത്തിലേക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. Can you say hallelujah? Because you are not from this world, you are from above. കാരണം നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവരാണ്. Don't think you are from in this world. No, you are from above. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഈ ലോകത്തിലുള്ളവരാണെന്ന്. ഒരിക്കലുമല്ല, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവരാണ്. Set your mind with that standard. നിങ്ങൾ ആ സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിച്ചാട്ടെ. Come on, praise offering to our Lord. സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചാട്ടെ. Come on, give a praise off to our ഒരു Lord. സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചാട്ടെ. Our problem, we don't want to set our standard go from this world. We don't like it. We are okay with the crying and praying and crying and let's come out of it. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്ക് താഴെ നിലവാരം വിട്ടിട്ട് ഉയർന്ന നിലവാരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. നമുക്ക് എപ്പോഴും കരയണം, കരുണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായി സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. Come on, church. This is a season for new possibilities. ഇത് പുതിയ സാധ്യതകളുടെ സീസണാണ്. If you are function from above, നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ your light will shine in this world. നിങ്ങളുടെ വെളിച്ചം ഈ ലോകത്ത് ഷൈൻ ചെയ്യാനിടയാകും. A city set on a hill cannot be hidden. നിങ്ങളുടെ മലമുകളിലായിരിക്കുന്ന പട്ടണം അത് മറഞ്ഞിരിക്കത്തില്ല. You are the city set on the high. നിങ്ങള് മലമുകളിൽ വെച്ചിരിക്കുന്ന പട്ടണം പോലെയാണ്. A city set upon a hill. ഒരു മലമുകളിൽ വെച്ചിരിക്കുന്ന പട്ടണം പോലെ. Nobody can hide you. ആർക്കും നിന്നെ മറച്ചു വെക്കാൻ പറ്റത്തില്ല. Nobody can stop you. ആർക്കും നിന്നെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. Set your neighbor and say, nobody can hide you. അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞ ആർക്കും Nobody can stop you. ആർക്കും നിന്നെ നിർത്തുവാനായി പറയാൻ പറ്റത്തില്ല. Darkness cannot comprehend. ഇരുട്ടിന് നിന്നെ ഒരിക്കലും തടയാൻ പറ്റത്തില്ല. You will shine and shine in this world. നീ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും ഈ ലോകത്തിൽ. Devil can't do anything in your life. പിശാചിന് നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനായി Because പറ്റത്തില്ല. already God restored you. കാരണം ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. Restored you. നിന്നെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. Restored you. നിന്നെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. Restored you. നിന്നെ Come പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. on, give a place offering to ദൈവത്തിന്റെ Lord. ഒരു സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. So, if you are aligned this understanding with your thought, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഈ മനസ്സിലാക്കലിന്റെ കൂടെ നിങ്ങൾ നടന്നാൽ you will grow grace upon grace. നിങ്ങൾ കൃപയായി വളരാനായി Glory to തുടങ്ങും. glory. ഗ്ലോറിയിൽ നിന്ന് മഹത്വത്തിലേക്ക്. Say with me, grace upon grace. കൃപമേൽ കൃപയായി. If I say instead of this understanding, if I say God is going to cleanse you, to use a jump, you know. ഈ മനസ്സിലാക്കലിന് പകരം ദൈവം നിന്റെ കണ്ണുനീര് തുടയ്ക്കും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തുള്ളിച്ചാടും. How many days you are going to be there? നിങ്ങൾ അങ്ങനെ എത്ര നാളായിരിക്കാൻ ഇടയാകും? You are going to cleanse so many people. Say നിങ്ങൾ പലരുടെയും കണ്ണുനീര് തുടയ്ക്കാൻ പോകുന്നവരാണ്. You are called for glory of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. Come on, say hallelujah. 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 I will function from above. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇടയാകും. I will function from above. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇടയാകും. Because I seated together with Jesus. കാരണം ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഇരുത്തപ്പെട്ടവനാണ്. My life no more the same. ഞാൻ എന്റെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കത്തില്ല. Because I function from above. കാരണം ഞാൻ ഉന്നതങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. You have to set your mind this way, understanding. നിന്റെ മനസ്സിനെ ഈ രീതി ക്രമീകരിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും വേണം.
That's why I'm saying you have to believe you are already restored. This year we are going to see the manifestation of the restoration. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം നിങ്ങൾ ആ പുനഃസ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. If you read a restoration, the word restoration in dictionary, we can see another word in Malayalam, തിരികെ ഏൽപ്പിക്കുക. പുനഃസ്ഥാപനം എന്ന വാക്ക് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ, റീസ്റ്റോറേഷൻ എന്ന വാക്ക് നോക്കിയാൽ തിരികെ ഏൽപ്പിക്കുക എന്നൊരു അർത്ഥം കൂടെ അതിനകത്ത് കാണാനായി സാധിക്കും. God is already give back everything to you. എന്ന് വെച്ചാൽ ദൈവം സർവ്വ കാര്യങ്ങളും നിനക്ക് മടക്കി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. Where it has happened? എവിടെയാണ് അത് സംഭവിച്ചത്? It has happened in Calvary. അത് കാൽവറിയിലാണ് സംഭവിച്ചത്. Why the Holy Spirit? എന്താണ് പരിശുദ്ധാത്മാവ്? That means Holy Spirit is with you to reveal what happened in Calvary. എന്തിനാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ആയിരിക്കുന്നത് എന്താണോ കാൽവറിയിൽ സംഭവിച്ചത് അത് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. Everything is restored and given back to you. എല്ലാ കാര്യങ്ങളും നിന്നെ പുനഃസ്ഥാപിച്ച് തിരികെ നൽകിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിന്നെ പുനഃസ്ഥാപിച്ച് തിരികെ നൽകിയിരിക്കുകയാണ്. Your health, നിങ്ങളുടെ ആരോഗ്യം, your finance, നിന്റെ സാമ്പത്തികം, your blessings, നിന്റെ അനുഗ്രഹങ്ങൾ, your spiritual gift, നിന്റെ ആത്മീയ everything is restored. എല്ലാം തിരികെ നൽകിയിരിക്കുകയാണ്. എല്ലാം തിരികെ നൽകിയിരിക്കുകയാണ്. എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. Adam lose his citizenship. ആദം അവന്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുത്തി, പൗരത്വം നഷ്ടപ്പെടുത്തി. But Jesus restored it. പക്ഷേ യേശു അത് പുനഃസ്ഥാപിച്ചു. Adam lose his fellowship. ആദം അവന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. But Jesus restored it. യേശു അതിനെ പുനഃസ്ഥാപിച്ചു. Adam lose eternal life. അവന് നിത്യജീവിതം നഷ്ടപ്പെടുത്തി. But Jesus restored it. യേശു അത് പുനഃസ്ഥാപിച്ചു. Adam lose the grace. ആദം കൃപ നഷ്ടപ്പെടുത്തി. Jesus restored it. യേശു അതിനെ പുനഃസ്ഥാപിച്ചു. Adam lose the favor of God. ദൈവത്തിന്റെ ഫേവർ ആദം But നഷ്ടപ്പെടുത്തി. Jesus restored it. യേശു അതിനെ പുനഃസ്ഥാപിച്ചു. Hallelujah. Hallelujah. Come on, hallelujah. Hallelujah. Adam lose the righteousness nature. നീതികീർത്തന സ്വഭാവം ആദം നഷ്ടപ്പെടുത്തി. But Jesus restored it. യേശു അതിനെ പുനഃസ്ഥാപിച്ചു. That means everything is restored. എന്ന് വെച്ചാൽ സർവ്വതും തിരികെ നൽകപ്പെട്ടിരിക്കുന്നു. But if you lose your fellowship with God, നിങ്ങൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയാൽ there is not matter with God. അത് That's matter with you. അത് ദൈവത്തിന്റെ പ്രശ്നമല്ല, അത് നിന്റെ പ്രശ്നമാണ്. Jesus already restored it. ദൈവം അത് പുനഃസ്ഥാപിക്കുക, അല്ലെ തിരികെ ഏൽപ്പിച്ചിരിക്കുകയാണ്. You have to function it again. നിന്നെ അതിനെ വീണ്ടും പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. You want to see the manifestation of the fellowship again. കൂട്ടായ്മയിലൂടെ അതിന്റെ വെളിപ്പെടുത്തൽ കാണേണ്ട ആവശ്യമാണ്. If you don't know, നിനക്ക് അറിയത്തില്ലെങ്കിൽ you will cry out, Lord, give me the fellowship again. നിനക്കത് അറിയത്തില്ലെങ്കിൽ നീ നിലവിളിച്ചുകൊണ്ടിരിക്കും, ദൈവമേ ആ കൂട്ടായ്മ എനിക്ക് തിരികെ നൽകണേ എന്ന്. No need to cry out about it. നിനക്ക് ആ കരയേണ്ട It ആവശ്യമില്ല. is already returned back, already given back to you. അത് നിനക്ക് തിരികെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അത് തിരികെ നൽകിയിരിക്കുന്നതാണ്. My health is restored. നിന്റെ ആരോഗ്യം തിരികെ നൽകിയിരിക്കുന്നു, തിരികെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം വരുന്നില്ലേ? But maybe you are asked a question. It is returned, it is restored, but I am not seeing that. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് അത് തിരികെ നൽകിയത്, പക്ഷെ ഞാൻ കാണാനിടയാകുന്നില്ല. That's why I say, if you are aligned this year with the word of God, you will see. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദൈവവചനവുമായിട്ട് ചേർന്ന് നടക്കുവാണെങ്കിൽ നിങ്ങൾ അത് കാണാനായി തുടങ്ങും. Come on, church, praise of the Lord. ഒരു സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചാട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ എംപവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷം എല്ലാ മേഖലയിലും ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. വലിയ അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളുടെ വീടുകളെ നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് നമ്മളോട് ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് പുഷ്പലതയാണ്. കാട്ടാക്കടയ്ക്കടുത്തുള്ള പുഴനാട് എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ സംസാരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സിസ്റ്ററിൻ്റെ സാക്ഷ്യം ഞാൻ തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സിസ്റ്ററിന് 15 വർഷമായിട്ട് തലവേദനയും അലർജിയും ഉണ്ടായിരുന്നു.
10 വർഷമായിട്ട് സിസ്റ്ററിന് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. അസ്ഥി പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മുടെ കർത്താവ് മാറ്റി. എത്ര പേർക്ക് സന്തോഷമുണ്ട്. വളരെ വലിയ പ്രശ്നങ്ങളാണ്. തലവേദന, അതികഠിനമായ തലവേദന ഉണ്ടായിരുന്നു, അലർജിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അസ്ഥി പൊട്ടിപ്പോകുന്ന പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കർത്താവ് മാറ്റി. ഈ സിസ്റ്ററിന് ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടായത്. ഈ പ്രശ്നം വന്നതിന് ശേഷം സിസ്റ്റർ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. മാത്രമല്ല തീരെ നടക്കാൻ പറ്റാത്ത രീതിയിൽ നടുവേദനയും ഉണ്ടായിരുന്നു എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. നടുവേദന ഉണ്ടായിരുന്നു, കൈകൾക്ക് ബലക്കുറവുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് സിസ്റ്ററിന് ഉണ്ടായിരുന്ന ബ്രെയിൻ ട്യൂമറാണ്. പക്ഷേ കഴിഞ്ഞ മാസം 20-ാം തീയതി ജോൺ ബ്രദർ സിസ്റ്ററിനെ ഇങ്ങോട്ട് സിസ്റ്ററിനെ വിളിച്ചിട്ട് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് വിളിച്ച് ദൂത് പറഞ്ഞു. നട്ടെല്ല് സൗഖ്യമാകുന്നു, തലമുറയായിട്ടുള്ള അലർജി എല്ലാം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് അതിനുശേഷം തലവേദന വന്നിട്ടില്ല, അലർജിയുടെ പ്രയാസവുമില്ല. എത്ര നല്ലവനാണ് കർത്താവ്. എത്ര നാളായിട്ട് നടുവേദനയുണ്ട്? 15 വർഷം. അമ്മയ്ക്ക് നടുവേദന ഉള്ളത് നിനക്കറിയാം. നിന്റെ അമ്മയ്ക്ക് നടുവേദനയല്ലടാ മോനെ, കാല് തളർന്നു പോകുന്ന പോലെയാ എന്ന് പറഞ്ഞ് നിന്റെ അമ്മയുടെ നട്ടലിൻ്റെ അവിടുന്ന് താഴോട്ടുള്ള രക്തോട്ടം ഇല്ലാതായിപ്പോയി. അങ്ങനെയാണോ? പറയടാ, നിനക്കറിയാവല്ലതും. എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയുടെ നട്ടലിന്റെ L4 L5 എന്ന് പറഞ്ഞ എല്ലുകൾ പൊടിഞ്ഞുപോയി. അങ്ങനെയാണോ അമ്മേ? ഞാൻ പറഞ്ഞു, വിശ്വസിക്കാവോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന എല്ലുകൾക്ക് പകരം പുതിയ 2 എല്ലുകളെ ദൈവം ഒന്ന് സെറ്റ് ചെയ്യോടെ. വിശ്വസിക്കുന്നവർക്കൊന്ന് ചൊണയായി കൈയടിക്കാൻ ആമേൻ പറയാം. ഇത് മാത്രമല്ലടാ, നിങ്ങളുടെ വീട്ടിലൊരു ആസ്മാറ്റിക് അലർജി ഉണ്ട്. വിമിഷ്ടം ഉണ്ടാക്കുന്നൊരു ശക്തിയുണ്ട്. നിന്റെ പുറകിലും അതുണ്ട്, നിന്റെ അമ്മയുടെ പുറകിലും ഉണ്ട്. നിനക്ക് മൂക്കടപ്പ് മാറത്തില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് അലർജിയുടെ ഭാഗമാണ്. ഇന്ന് മോൻ സൗഖ്യവും. നിന്റെ അമ്മയ്ക്ക് ഇവന്റെ അമ്മ നടക്കുന്നത് എന്നെ കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇങ്ങനെയാ നടക്കുന്ന വീട്ടിൽ. അങ്ങനെയാന്നോടാ നിന്റെ അമ്മ നടക്കുന്നത്? നീ പറയടാ, തന്നെ അങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പൊ മുതൽ നിന്റെ അമ്മയുടെ നട്ടിൽ സൗഖ്യമാവും. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. Now, 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 now. യേശുവിന് മഹത്വം കൊടുത്താട്ടെ. നമുക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, മലയാളം ബൈബിളിൽ പലയിടത്തും എഴുതിയിരിക്കുന്നത് യേശു അവരെ സൗഖ്യമാക്കി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹി മേഡ് ഹിം ഹോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനെ പരിപൂർണനാക്കി തീർത്ത് സൗഖ്യമാക്കുക മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. കർത്താവ് സിസ്റ്ററിനെ അനുഗ്രഹിക്കുന്നു. സിസ്റ്ററെ കേട്ടോ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാ ശ്രേഷ്ഠതയ്ക്കുമായി സ്തോത്രം. ഓരോ അത്ഭുതങ്ങളും നമ്മളോട് പറയുന്ന ദൈവിക സത്യങ്ങളാണ്. ജീവിക്കുന്ന ഒരു കർത്താവിനെ, ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഈ അത്ഭുതം എന്ന് പറയുന്നത്. ഈ സാക്ഷ്യം കേൾക്കുന്നവർ ജീവിക്കുന്ന കർത്താവിനെ അനുഭവിച്ചറിയട്ടെ, രുചിച്ചറിയട്ടെ. ആ ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് സംസാരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമായിരിക്കുന്നവർ, കർത്താവിനെ അറിയാത്തവർ, വേദനയിലായിരിക്കുന്നവർ, പ്രയാസത്തിലായിരിക്കുന്നവർ, പലതിലും തളർന്നു പോയവർ, നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ, ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ, പലതും ശ്രമിച്ചിട്ടും പരാജയത്തിലായിരിക്കുന്നവർ, കർത്താവെ കയറുവാൻ കഴിയാത്ത വിധം കടത്തിൻ്റെ കുഴിയിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, ഹല്ലേലൂയ, ഈ കുടുംബങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടട്ടെ അപ്പാ. കർത്താവിനെ അവർ അനുഭവിക്കട്ടെ അപ്പാ. ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന, ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന നഷ്ടമായി പോയ ചിലതിനെ കർത്താവെ ഇവർ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ദിവസങ്ങളാകട്ടെ അപ്പാ. ഈ ദിവസങ്ങളിൽ ചിലത് കാണട്ടെ, അത്ഭുതകരമായി കാണട്ടെ, ശ്രേഷ്ഠമായ വിധത്തിൽ കാണട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളിലും ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ അപ്പാ. ഓരോ കുടുംബങ്ങളിലും ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ അപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മരണം പറയുന്ന വീടുകൾ,
സമാധാനം അനുഭവിക്കട്ടെ അപ്പാ. മരണം പറയുന്ന വീടുകൾ സമാധാനം അനുഭവിക്കട്ടെ അപ്പാ. കർത്താവെ, സ്വസ്ഥത അനുഭവിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ കരം അവർക്ക് തുണയായിരിക്കുന്നത് കാണട്ടെ അപ്പാ. അപ്പാ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. ഓരോ കുടുംബങ്ങളിലും അത്ഭുതം ചലിക്കട്ടെ, ഓരോ കുടുംബങ്ങളിലും അത്ഭുതം ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവ്, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കുള്ളിൽ അവിടെ നിന്ന് മറച്ചാട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ മറുപടി അവർ കാണട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.